കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിത് ഇവിടെ പറയാൻ പോകുന്നത് 24 തരം ഭഗവാന്മാരുടെ 24 തരം ദേവതകളുടെ ഗായത്രി മന്ത്രങ്ങളും ജപിച്ചാല വിശേഷ ഫലങ്ങളുമാണ്. നമ്മൾ തന്ത്രശാസ്ത്ര പ്രകാരം പറയുമ്പോൾ 3300 കോടി ഭഗവാന്മാരുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓരോ ഭഗവാന്മാർക്കും ഓരോ ധ്യാനങ്ങളുണ്ട്, ഓരോ മൂലങ്ങളുണ്ട്, ഓരോ സ്വരൂപങ്ങളാണ് പറയപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും നമുക്ക് ഭജിക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഫലസിദ്ധി തരുന്നതുമായിട്ടുള്ള 24 ഭഗവാന്മാരുടെ മന്ത്രങ്ങളാണ് പറയാൻ പോകുന്നത്. നമുക്കതിലേക്കൊന്ന് കടക്കാം. അങ്ങനെ തന്നെ ഗണപതിയാണ്. ഗണപതിയുടെ ഞാൻ പറയാനറിയാം, തടസ്സങ്ങൾ മാറാനാണ് ഗണപതി ഗായത്രി നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ജപിക്കുന്നത്. എല്ലാവർക്കും സമയബന്ധമായിട്ട് രാവിലെ വൈകിട്ടോ എപ്പോഴാണെങ്കിലും ജപിക്കാൻ പറ്റുന്ന ഒരു ഗായത്രിയാണിത്. ഗണേശ ഗായത്രി നമ്മൾ ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് സ്വാഹ. അപ്പം ഇങ്ങനെ ഒരു മന്ത്രം പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ വേറൊരു ഗണേശ ഗായത്രിയുണ്ട്. തൽപുരുഷായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത് സ്വാഹ. ഈ തടസ്സങ്ങൾ പെട്ടെന്ന് മാറാനായിട്ട് ഏറ്റവും നല്ലതാണ്. അടുത്ത ബ്രഹ്മ ഗായത്രി, അതായത് ഈ സന്താനങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കൊക്കെയാണല്ലോ പെട്ടെന്ന് ബ്രഹ്മാവിൻ്റെ ഗായത്രിയാണ് അടുത്ത് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്ക് വിശ്വകർമാവും കൂടെയാണ് ബ്രഹ്മാവിനെ പറയുന്നത്. നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ പോകുമ്പോഴും ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കാവുന്നതാണ്. ബ്രഹ്മദേവന്റെ ഗായത്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം വേദാത്മനെ വിദ്മഹേ ഹിരണ്യഗർഭായ ധീമഹി തന്നോ ബ്രഹ്മ പ്രചോദയൻ. ഇതാണ് ബ്രഹ്മദേവന്റെ ഗായത്രി. അടുത്തത് വിഷ്ണു ഭഗവാൻ, ഭാഗ്യവർദ്ധനവനാണ് വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ ഗായത്രി ഓം നാരായണായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയൻ. അടുത്തത് നരസിംഹ ഗായത്രി. ബാധാദോഷശാന്തിക്കായിട്ടാണ് നരസിംഹ ഗായത്രി നമ്മൾ ജപിക്കുന്നത്. ഓം വജ്ര നഖായ വിദ്മഹേ തീഷ്ണദംഷ്ട്രായ ധീമഹി തന്നോ നൃസിംഹ പ്രചോദയൻ. ഇതാണ് നരസിംഹ ഗായത്രി. അടുത്തത് ശിവഗായത്രി. സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് അധിപതിയായിട്ടാണ്, അതായത് രുദ്രനെ പറയുന്നത്. ഭഗവാൻ ഒന്ന് പ്രസാദിച്ചു കഴിഞ്ഞാൽ സാധിച്ചെടുക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. സംഹരിക്കുക എന്നുള്ളത് ഭഗവാനെ ഭജിക്കുന്നവരെ എതിർക്കുന്നവരെ സംഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ഓം തൽപുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയൻ. ഒന്നുകൂടെ പറയാം. ഓം തൽപുരുഷായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നോ രുദ്രപ്രചോദയൻ. ഇതാണ് മഹാദേവന്റെ ഗായത്രി. മറ്റൊരു ഗായത്രി എന്ന് പറയുമ്പോഴും മഹാദേവന്റെ തന്നെ ഓം തൽപുരുഷായ വിദ്മഹേ സഹസ്രാക്ഷായ ധീമഹി തന്നോ രുദ്രപ്രചോദയൻ. ഇതും മഹാദേവന്റെ മറ്റൊരു ഗായത്രിയാണ്. അടുത്തത് ഷൺമുഖൻ ആരാ? മുരുകനെ കൊണ്ട് പറയുമ്പോൾ ജ്യോതിഷത്തിന്റെ അധിപതിയായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിദ്യാ പുരോഗതിക്കായിട്ട് ഷൺമുഖനെ പൂജിക്കാൻ പറയുന്നുണ്ട്. ഓം തൽപുരുഷായ വിദ്മഹേ മഹാസേനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയൻ. അടുത്തത് ഓം ഷഡാന്നായ വിദ്മഹേ ഓം സ്കന്ദായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയൻ. ഇത് പറയുന്നുണ്ട്. ഓം സനൽകുമാരായ വിദ്മഹേ ഓം മഹാസേനായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയൻ. ഇങ്ങനെ കുറേ ഗായത്രികൾ ഈ പറഞ്ഞ ഭഗവാന്റെ ഷൺമുഖന്റെ വരുന്നുണ്ട്. ഏത് വേണമെങ്കിലും ഭജിക്കാവുന്നതാണ്. അടുത്തത് സൂര്യഗായത്രി. സൂര്യഭഗവാനെ ഭജിക്കുന്നത് ഏറ്റവും നല്ലതായിട്ടാണ് പറയപ്പെടുന്നത്. നമുക്ക് തൊഴിൽ പുരോഗതിക്കായിട്ടാണ് സൂര്യഭഗവാനെ പ്രധാനമായിട്ടും, അതുപോലെ നവഗ്രഹ പ്രീതിക്കായിട്ടും ഒക്കെ നമുക്ക് സൂര്യഭഗവാനെ ഭജിക്കാറുണ്ട്. ഓം ഭാസ്കരായ വിദ്മഹേ ഓം മഹാദുരികായ ധീമഹി ഓം തന്നോ ആദിത്യ പ്രചോദയൻ. ഇതും ഭഗവാന്റെ തന്നെ, ആദിത്യ ഭഗവാന്റെ തന്നെ മന്ത്രമാണ്. സൂര്യഗായത്രി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ആദിത്യ സഹസ്രകിരണായ ധീമഹി തന്നോ ഭാനു പ്രചോദയൻ. അടുത്ത സൂര്യഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം പ്രഭാകരായ വിദ്മഹേ ദിവാകരായ ധീമഹി തന്ന സൂര്യപ്രചോദയൻ. അപ്പം ഇതൊക്കെ ഭജിക്കുന്നത്, ഈ മന്ത്രമൊക്കെ നിത്യം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അടുത്തത് ദുർഗാദേവിയുടെ ഗായത്രിയാണ്. നമുക്ക് മനഃശാന്തിക്കായിട്ടാണ് ദുർഗാ ഭഗവതിയെ നമ്മൾ ദുഃഖം മാറുക എന്നുള്ളതാണ് ദുർഗാ ഭഗവതിയെ ഭജിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓം കാർത്തിയായന്യായ വിദ്മഹേ കന്യാകുമായ ധീമഹി ഓം കാർത്തിയായന്യായ വിദ്മഹേ കന്യാകുമാരിയായ ധീമഹി തന്നോ ദുർഗ പ്രചോദയൻ. ഇതാണ് ദുർഗാഭദ്ര ഒന്നാമത്തെ മന്ത്രം. രണ്ടാമത്തെ ഓം മഹാശൂലിന്യായ വിദ്മഹേ മഹാദുർഗായ ധീമഹി തന്നോ ഭഗവതി പ്രചോദയൻ. ഇത് രണ്ടും ദുർഗാദേവിയുടെ തന്നെയാണ്. അടുത്തത് ശ്രീരാമൻ. നമ്മൾ എന്ത് പ്രസ്ഥാനത്തിൻ്റെയും മുകളിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളായാലും നമുക്കത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട്, ഒരുമിച്ച് ഭരിച്ച് മുമ്പോട്ട് പോകാനായിട്ട്, എല്ലാവരും ഒത്തൊരുമയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വീട്ടിൽ ഗൃഹനാഥന്മാരായാലും ഇത് ജപിക്കുന്നത് നല്ലതാണ്. ശ്രീരാമ ഗായത്രിയാണ്.
ഓം ദശരഥായ വിദ്മഹേ സീതാവല്ലഭായ ധീമഹി തന്നോ രാമപ്രചോദയാത്. അത് നല്ലതാണ്. അടുത്തത് ഹനുമാൻ ഗായത്രി, അതായത് വായുവേഗത്തിൽ വിഷയങ്ങൾ മാറാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്ന, ഹനുമാൻ സ്വാമിയുടെ ഈ മന്ത്രം ജപിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ്. ഓം ആഞ്ജനേയായ വിദ്മഹേ വായുപുത്രായ ധീമഹി തന്നോ ഹനുമൽ പ്രചോദയാത്. അടുത്തത് കൃഷ്ണ ഗായത്രി, സന്താന ഭാഗ്യത്തിനായിട്ട്, അതുപോലെ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായിട്ട്, കുടുംബ ഉയർച്ചയ്ക്കായിട്ടൊക്കെ ജപിക്കാൻ പറ്റുന്നതാണ് ശ്രീകൃഷ്ണ ഗായത്രി. ഓം ദേവകീനന്ദനായ വിദ്മഹേ ഗോപീജന വല്ലഭായ ധീമഹി തന്നോ ഗോപാല പ്രചോദയാത്. ഇതാണ് ശ്രീകൃഷ്ണ ഗായത്രി. അടുത്തത് ശങ്കരനാരായണ ഗായത്രി, കുടുംബ ഐക്യതയ്ക്ക് സമാധാനത്തിനുമൊക്കെ, സുഹൃത്തുക്കൾ തമ്മിലുള്ള അകൽച്ച മാറാനും ഒക്കെ ആയിട്ട് ശങ്കരനാരായണ ഗായത്രി ജപിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഓം ശങ്കരനാരായണായ വിദ്മഹേ നാരായണായ ധീമഹി തന്ന പുരുഷ പ്രചോദയാത്. ഇതാണ് ശങ്കരനാരായണ സ്വാമിയുടെ ഗായത്രി മന്ത്രം. അടുത്തത് ലക്ഷ്മി ഗായത്രി. ഓം മഹാദേവ്യായ ച വിദ്മഹേ വിഷ്ണുപത്ന്യായ ച ധീമഹി തന്നോ ലക്ഷ്മി പ്രചോദയാത്. സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ടാണ് ലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത്. അടുത്തത് പാർവതി ഗായത്രി, വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ മാറാൻ, പെട്ടെന്ന് വിവാഹം നടക്കാനായിട്ടാണ് പാർവതി ഗായത്രി ജപിക്കുന്നത്. ഓം സുഭഗായ വിദ്മഹേ ഹൈമവത്യായ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത്. ഇതാണ് പാർവതിദേവിയുടെ ഗായത്രി മന്ത്രം. അടുത്തത് ഭദ്രകാളി ഗായത്രിയാണ്. ഓം രുദ്രസുധാത്മഹേ ശൂലഹസ്തായ ധീമഹി തന്നക്കാളി പ്രചോദയാത് സ്വ. ഇതും ശത്രുദോഷത്തിന് തന്നെയായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അടുത്തത് ശാസ്ത്ര ഗായത്രി, ശനിദോഷങ്ങൾ ഒഴിഞ്ഞു പോകാനായിട്ടാണ് ശാസ്ത്ര ഗായത്രി നമ്മൾ ജപിക്കുക. ശാസ്ത്ര ഗായത്രി ഓം രേവന്തായ വിദ്മഹി മഹാശാസ്ത്രയ ധീമഹി തന്നോ ശാസ്ത്ര പ്രചോദയാത്. ഇതാണ് ശാസ്ത്ര ഗായത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് സുബ്രഹ്മണ്യ ഗായത്രി, നമ്മൾ മുരുകൻ്റെയൊക്കെ ജപിച്ചു. അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓം സനത്കുമാരായ വിദ്മഹേ ഷഡാന്നായ ധീമഹി തന്നോ സ്കന്ദ പ്രചോദയാത്. ഇത് സുബ്രഹ്മണ്യൻ്റെ ഗായത്രി തന്നെയാണ്. ഇതും വിദ്യാപുരോഗതിക്കായിട്ട് ജപിക്കാവുന്നതാണ്. അടുത്തത് സരസ്വതി ദേവിയുടെയാണ്. അതും വിദ്യ പുരോഗതിക്കായിട്ടും കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാനായിട്ട്, എപ്പോഴും ഓർമ്മശക്തി വർദ്ധിക്കാനും ഒക്കെ ആയിട്ടും സരസ്വതി ഗായത്രി ജപിക്കുന്നത് നല്ലതാണ്. ഓം വാഗീശ്വരിയായ വിദ്മഹേ സരസ്വതിയായ ധീമഹി തന്നോ വാഗീശ്വരി പ്രചോദയാത്. ഇതാണ് സരസ്വതി ദേവിയുടെ ഗായത്രി. അടുത്തത് ഓം വാഗ്ദേവ്യായ ച വിദ്മഹേ കാമരാജായ ധീമഹി തന്നോ ദേവി പ്രചോദയാത്. ഇതും സരസ്വതി ദേവിയുടെ ഗായത്രി മന്ത്രം തന്നെയാണ്. അപ്പോൾ 24 തരം മന്ത്രങ്ങൾ, ഗായത്രി മന്ത്രങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ജപിക്കുന്നത് ഓരോ തരത്തിലുള്ള കാര്യസാധനത്തിനായിട്ട് ഏറ്റവും നല്ലതാണ്. സ്ഥിരമായിട്ട് ജപിക്കുക. ഇവർക്ക് പ്രാധാന്യമുള്ള ദേവീപ്രീതികരമായിട്ടുള്ള ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസമൊക്കെയാണ്, പൗർണമി ദിവസമൊക്കെയാണ്. ആദത്തിന് പ്രാധാന്യം ഞായറാഴ്ചയാണ്. ശനിക്ക് പ്രാധാന്യം ശനിയാഴ്ച ദിവസമാണ്. സുബ്രഹ്മണ്യന് പ്രാധാന്യം ചൊവ്വാഴ്ച ദിവസമാണ്. ഹനുമാൻ സ്വാമിക്ക് ചൊവ്വാഴ്ചയാണ്. ഗണപതിക്ക് ചൊവ്വാഴ്ചയാണ്. വിഷ്ണുവിന് വ്യാഴാഴ്ച, ശിവന് തിങ്കളാഴ്ചയും തിരുവാതിരയും ഒത്തുവരുന്ന ദിവസം, പ്രദോഷ ദിവസം. അപ്പം അങ്ങനെ ഓരോരുത്തർക്കും പ്രാധാന്യമുള്ള ദിവസം. പാർവതിദേവിക്ക് തിങ്കളാഴ്ച പറയപ്പെടുന്നുണ്ട്, ബുധനാഴ്ച കൃഷ്ണസ്വാമിക്ക് പറയുന്നുണ്ട്, വ്യാഴാഴ്ച വിഷ്ണുവിന് പറയുന്നുണ്ട്, വെള്ളിയാഴ്ച എല്ലാ ദേവിമാർക്കും പറയപ്പെടുന്നുണ്ട്, ഞായറാഴ്ചയും എല്ലാവർക്കും ഉപയോഗിക്കാറുള്ള ദിവസം തന്നെയാണ്. അപ്പം ശരീരശുദ്ധിയുള്ളപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുരുവിൻ്റെ ഉപദേശമില്ലാതെ നമുക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രങ്ങളാണിത്. സ്ഥിരമായിട്ട് ജപിക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ മന്ത്രങ്ങളുമായിട്ട്, വ്യത്യസ്തമായ ഉപദേശങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.